അമ്മയാവാൻ ആഗ്രഹമില്ല. ശരിക്കും എന്താണ് ട്രാൻസ്ജെൻഡർ? സെക്സും ജെൻഡറും എന്താണിത്? സെക്സ് തെളിയിക്കാം, കാണാം. ജെൻഡർ എന്നത് കൈകൊട്ടി ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ അവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം. അച്ഛന്റെ എക്സ് അല്ലെങ്കിൽ വൈ ആണല്ലോ ലിംഗം നിശ്ചയിക്കുന്നത്. ഇവിടെയാണ് ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. അതിന് ആദ്യം സെക്സ് എന്നതും ജെൻഡർ എന്നതും രണ്ടാണെന്നറിയണം. സെക്സ് ലിംഗം, അതായത് ബയോളജിക്കൽ സെക്സ്, പ്രത്യുത്പാദന അവയവങ്ങൾ. ഇത് പൂർണ്ണമായും ക്രോമസോമുകളുടെ അട്ടിപ്പേരവകാശമാണ്. രണ്ടാമത്തേത് ലിംഗ വ്യക്തിത്വം, ജെൻഡർ ഐഡന്റിറ്റിയുമാണ്. ജെൻഡർ ഐഡന്റിറ്റി ഇത് നമ്മുടെ മനസ്സിനെക്കുറിച്ചാണ്. ഞാൻ ആരാണ്, ആൺകുട്ടിയാണോ അതോ പെൺകുട്ടിയാണോ എന്ന വ്യക്തിയുടെ തിരിച്ചറിവാണിത്. ഇത് തലച്ചോറിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രോമസോമുകൾ ശരീരത്തെ നിർമ്മിക്കുന്നു. എന്നാൽ ഒരാൾ ആരാണ് എന്ന് ചിന്തിക്കുന്നതിലോ അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങളിലോ വ്യക്തിത്വത്തിലോ ക്രോമസോമുകൾക്ക് നേരിട്ട് പങ്കില്ല, ഇടപെടരുത്. ഒരാൾ ട്രാൻസ്ജെൻഡർ ആകുന്നത് അച്ഛന്റെ ക്രോമസോമുകളുടെ കുഴപ്പം കൊണ്ടല്ല. കുട്ടി ഗർഭപാത്രത്തിൽ വളരുമ്പോൾ 2 ഘട്ടങ്ങളിലായിട്ടാണ് വികാസം നടക്കുന്നത്. ഒന്നാം ഘട്ടം ശരീരം. ഗർഭത്തിന്റെ ആദ്യ ആഴ്ചകളിൽ ജനനേന്ദ്രിയങ്ങൾ രൂപപ്പെടുന്നു. രണ്ടാം ഘട്ടത്തിൽ ഗർഭത്തിന്റെ അവസാന മാസങ്ങളിൽ തലച്ചോറിന്റെ ചില ഭാഗങ്ങൾ ആൺ രീതിയിലോ പെൺ രീതിയിലോ വയറിംഗ് ചെയ്യപ്പെടുന്നു. ചില അപൂർവ സാഹചര്യങ്ങളിൽ ശരീരം ആണിന്റേതായി മാറുകയും എന്നാൽ തലച്ചോറിന്റെ വയറിംഗ് പെണ്ണിന്റേതായി മാറുകയും ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ചും. സെറിബ്രൽ സെക്സ്, ലൈംഗിക ദ്വിരൂപത, ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കുന്നത്. അതായത് അച്ഛൻ നൽകിയ ക്രോമസോം കൊണ്ട് ശരീരം ആൺ ആയെങ്കിലും പ്രകൃതിയുടെ ഏതോ ഒരു കളി കൊണ്ട് അപൂർവമായി ബയോ കെമിക്കൽ മിസ്അലൈൻമെന്റ് കൊണ്ട് മനസ്സ് പെണ്ണായി പോയി. ജനിതകമായി ക്രോമസോം മാറ്റാൻ കഴിയില്ലെങ്കിലും ഇന്ന് ഹോർമോൺ ചികിത്സയിലൂടെയും ശസ്ത്രക്രിയയിലൂടെയും പുറമെ കാണുന്ന ഹാർഡ്വെയർ മാറ്റാൻ ഇവർക്ക് സാധിക്കും. പക്ഷേ മനസ്സിന്റെ വയറിംഗ് മാറ്റുക എന്നത് അസാധ്യമാണ്. ഹോർമോൺ ചികിത്സയോ ശസ്ത്രക്രിയയോ തുടങ്ങുന്നതിന് മുൻപ് ഇവർക്ക് സാധാരണ പുരുഷന്മാരെ പോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും കുട്ടികൾക്ക് ജന്മം നൽകാനും സാധിക്കും. താനൊരു സ്ത്രീയാണെന്ന ബോധം കൊണ്ടു നടക്കുമ്പോൾ പുറമെ ഒരു പുരുഷന്റെ റോളിൽ ജീവിക്കേണ്ടി വരുന്നത് വലിയൊരു ദുരന്തം തന്നെയാണ്. അതായത് ആണായി ജനിച്ചു സ്ത്രീയുടെ മനസ്സ്, പക്ഷേ ശരീരം ആണിന്റെ ഭാഗത്തോട്ട് പോകുന്നു. അതായത് പ്രോസിക്യൂട്ടർ വക്കീൽ പ്രതിയുടെ ഭാഗം ന്യായീകരിക്കുന്ന അവസ്ഥ. ജഡ്ജി കൊലയാളിയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിച്ചുപോലെ. അതിനാണ് ഹോർമോൺ ഗുളികകളും കുത്തിവെപ്പും ശസ്ത്രക്രിയകളും നടത്തുന്നത്. എത്രയൊക്കെ മരുന്നും സർജറിയും ചെയ്താലും ജനിതകമായി ആ ശരീരം ആണിന്റേതായി തന്നെ തുടരും. അതുകൊണ്ടാണ് ഇതിലും ഒരു ടെക്നിക്കൽ ലിമിറ്റ് ഉണ്ടെന്ന് ശാന്തി പറയുന്നത്. ശാന്തി വാസുദേവ് പോലുള്ളവർ ഉയർത്തുന്ന നിലപാട് വളരെ പ്രസക്തമാണ്. ശരീരത്തെ മുറിവേൽപ്പിക്കാതെ തന്നെ ഒരു വ്യക്തിയുടെ സ്വത്വം അംഗീകരിക്കപ്പെടണം എന്നതാണത്. മനസ്സിനെ മാറ്റാൻ കഴിയാത്തതുകൊണ്ടാണ് പലരും തങ്ങളുടെ മനസ്സിന് അനുയോജ്യമായ രീതിയിൽ ശരീരത്തെ മാറ്റാൻ ശ്രമിക്കുന്നത്. പെണ്ണായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്തിനാണ് ശരീരം മുറിച്ചു മാറ്റുന്നത്? സ്വീകാര്യത. സമൂഹം ഒരു വ്യക്തിയെ അവർ ഉള്ളതുപോലെ അംഗീകരിക്കാൻ തയ്യാറായാൽ ഈ ശസ്ത്രക്രിയകളുടെയും ഹോർമോൺ ഗുളികകളുടെയും ആവശ്യം പലർക്കും ഉണ്ടാവില്ല.